ഹായ് ഓൾ. നമുക്കിന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കാം. കെമിസ്ട്രിയിൽ അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളായത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളായത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, കാണുന്നുണ്ടല്ലോ, ഓപ്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. Na+K+, Na+F-, O2- Mg2+, Ca2+, Al3+. ഇതിൽ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളായത് ഏതൊക്കെയെന്നാണ് ചോദ്യം. എന്താണ് ഈ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓക്കെ, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണ് സംഭവം? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഒരേ എണ്ണം ഇലക്ട്രോണുകൾ അടങ്ങിയ ആൾക്കാരെയാണ് നമ്മൾ സമ ഇലക്ട്രോണിക വർഗം അല്ലെങ്കിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഒരേ എണ്ണം ഇലക്ട്രോണുകളാണ് കേട്ടോ, ഒരേ എണ്ണം ഇലക്ട്രോണുകൾ. ഓക്കെ, അപ്പൊ ചോദ്യം ഏതാണ്? ഒരേ എണ്ണം ഇലക്ട്രോണുകൾ. ഇതിൽ ഏതൊക്കെയാണ് ഒരേ എണ്ണം ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്ന ആൾക്കാർ എന്നാണ് ചോദ്യം. നമുക്ക് ഓരോ ജോഡിയായിട്ട് എടുത്ത് പഠിക്കാം. Na+K+. ഫസ്റ്റ് ആള് Na+K+. നമുക്ക് നോക്കിയാലോ, Na+ഉം K+ഉം. അപ്പൊ Na+, ഈ പ്ലസ് മൈനസും ഒക്കെ വരുന്നത് എപ്പോഴാണ്? പ്ലസും മൈനസും ഒക്കെ വരുന്നത് എപ്പോഴാണ്? ആറ്റത്തിന്റെ മേളില് ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോഴോ ആണ് ആറ്റത്തിന് പോസിറ്റീവും നെഗറ്റീവും ചാർജുകൾ വരുന്നത്. ഈ ചാർജുള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? ചാർജുള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേര് നമ്മൾ വിളിക്കുന്ന പേര് അയോൺസ് എന്നാണ്. ചാർജുള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? അയോൺസ്. ചാർജുള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേര് അയോൺസ് എന്നാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, ഒരു ഇലക്ട്രോണിനെ ഒരു ആറ്റം കളയുന്നു, അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും. എടാ, ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലേ? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ കളയുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്ത് ചാർജ് കിട്ടുമായിരിക്കും? പോസിറ്റീവ് ചാർജ് കിട്ടുമായിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു ആറ്റത്തിന്റെ പുറത്ത് പോസിറ്റീവ്, ഇവിടെ എക്സാമ്പിൾ Na+ എന്ന് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അതിന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? അത് കളഞ്ഞു എന്നാണ് അർത്ഥം. ഇനി 2+ എന്ന് എഴുതിയിരുന്നാൽ എന്താണ് അർത്ഥം? 2 ഇലക്ട്രോണിനെ അത് വിട്ടുകൊടുത്തു അല്ലെങ്കിൽ കളഞ്ഞു എന്നാണ് അർത്ഥം. 3+ എന്ന് എഴുതിയാലോ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു അല്ലെങ്കിൽ കളഞ്ഞു എന്നാണ് അർത്ഥം. മനസ്സിലായി? ഇനി ഇലക്ട്രോണിനെ സ്വീകരിച്ചു. ഓക്കെ, ഒരു ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിച്ചു, വേറൊരാളിൽ നിന്ന് ഒരു ഇലക്ട്രോണും കൂടെ വാങ്ങിച്ചു എങ്കിൽ എന്ത് ചാർജ് കിട്ടും? ഇപ്പം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജുള്ള ഒരു ഇലക്ട്രോണിനെ ഒരാൾ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അയാൾക്കും കൂടെ നെഗറ്റീവ് ചാർജ് കിട്ടത്തില്ലേ? കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? അതിന് ഒരു നെഗറ്റീവ് ചാർജ് അധികം കിട്ടും. ഇപ്പൊ നമുക്ക് ഈ എക്സാമ്പിളില് ഇവിടെ F- എന്ന് എഴുതിയിരിക്കുന്നു. F- ചാർജ് വന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ഇലക്ട്രോണിനെ വാങ്ങി. ഇനി 2- എന്ന് കണ്ടാലോ 2 ഇലക്ട്രോണിനെ വാങ്ങി എന്നാണ് അർത്ഥം. മനസ്സിലായി? ശരി, അപ്പൊ Na+, നമുക്ക് നോക്കാം. Na+, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? സാധാരണഗതിയിൽ 11 ആണ് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ. 11 ആണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കയ്യിൽ 11 ഇലക്ട്രോൺ ഉണ്ടെന്ന് അർത്ഥം അല്ലെ? അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയല്ലേ ഇലക്ട്രോണിന്റെ എണ്ണം? ആണ്. 11 ഇലക്ട്രോൺ ഉണ്ടെന്ന് അർത്ഥം. Na+ എന്ന് പറയുമ്പോൾ ഇപ്പൊ 11 ഇലക്ട്രോൺ അതിന്റെ കയ്യിലുണ്ടോ? 11 ഇലക്ട്രോൺ കയ്യിലുണ്ടോ? കയ്യിലില്ല. ഒരാളിനെ കൊടുത്തു, വിട്ടുകൊടുത്തു അല്ലെ? അപ്പൊ അതിന്റെ കയ്യിൽ ഇപ്പം 10 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ? 10 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, ശരി. അതിന്റെ കൂടെ പെയർ ചെയ്യുന്ന സാധനം K+ ആണ്. നമുക്ക് K+ന്റെ നോക്കാം. പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ 19 ആണ്. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19. അപ്പൊ K+ എന്ന് എഴുതുമ്പോൾ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു എന്നാണ് അർത്ഥം. ഒരു ഇലക്ട്രോൺ ഇല്ല, ഒരു ഇലക്ട്രോണിനെ കൊടുത്തു, ഒരാൾക്ക് കൊടുത്തു. അപ്പൊ അതിന്റെ കയ്യിൽ ഇപ്പൊ എത്ര ഇലക്ട്രോൺ കാണും? 18 ഇലക്ട്രോൺ കാണും. അപ്പൊ Na+ന്റെയും K+ന്റെയും കയ്യിൽ ഒരേ എണ്ണം ഇലക്ട്രോണുകളാണോ ഉള്ളത്? സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളാണോ? അല്ല, സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ അല്ല. അടുത്ത എക്സാമ്പിൾ നോക്കാം. Na+ഉം F- ആണ് നോക്കാൻ പോകുന്നത്. Na+ഉം F-ഉം. Na+ നമ്മളിപ്പോ കണ്ടു, 10 ഇലക്ട്രോൺ ആണ് കയ്യിലുള്ളത്. F- നോക്കണം അല്ലേ? F- നോക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ Fന്റെ നോക്കിയാൽ മതി. ആദ്യം Fന്റെ നോക്കുന്നു. Fന്റെ അറ്റോമിക് നമ്പർ, ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. F- എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര വരും? F- മൈനസ് ചാർജ് വരണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ അത് സ്വീകരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? മൈനസ് ചാർജ് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 9 ഇലക്ട്രോൺ കയ്യിലുണ്ട്, ഒരു ഇലക്ട്രോണിനെ കൂടെ അത് സ്വീകരിക്കുന്നു. അപ്പൊ എത്ര ഇലക്ട്രോൺ ആകും? 10 ഇലക്ട്രോൺ ആകും. നോക്ക്, സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളാണോ നോക്കിക്കേ.
രണ്ടുപേരുടെ കയ്യിലും ഒരേ എണ്ണ ഇലക്ട്രോൺ അല്ലേ? അപ്പൊ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളല്ലേ? ആണ്. അപ്പൊ ഇത് അല്ല, ഇത് സമ ഇലക്ട്രോണിക വർഗ്ഗമാണ്. O2 മൈനസ് Mg2 പ്ലസ്. O2 മൈനസും Mg2 പ്ലസും നോക്കാം അല്ലേ? O2 മൈനസ് ആണ്. ആദ്യം നമുക്ക് ഓയിന്റെ നോക്കാം, എന്നിട്ട് 2 മൈനസിന്റെ നോക്കാം. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്ര? 8 ആണ് ഓക്സിജന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ O2 മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? 2 മൈനസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മൈനസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ വാങ്ങിച്ചു എന്നാണ് അർത്ഥം. 2 മൈനസ് എന്ന് പറയുമ്പോഴോ 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചു. ഇപ്പൊ കയ്യിൽ 8 ഇലക്ട്രോൺ ആണ് ഉള്ളത്, 2 ഇലക്ട്രോണിനെ കൂടെ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ആകും? 10 ഇലക്ട്രോൺ ആയിട്ട് മാറും. 10 ഇലക്ട്രോൺ ആയിട്ട് മാറും. മനസ്സിലായി? അടുത്തത് Mg2 പ്ലസ് ആണ്. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര? മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 അല്ലെ? 12 ആണ് മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ. Mg2 പ്ലസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Mg2 പ്ലസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 പ്ലസ് എന്ന് പറയുമ്പോൾ എന്താർത്ഥം? പ്ലസ് വന്നാൽ എന്താണ് അർത്ഥം? പ്ലസ് വന്നാൽ അർത്ഥം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു എന്നാണ് അർത്ഥം. പ്ലസ് വന്നാൽ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ വിട്ടുകൊടുത്തു. 12 ഇലക്ട്രോൺ കയ്യിലുണ്ട്, അതിൽ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ ആയി ഇപ്പൊ കയ്യിൽ? 10 ഇലക്ട്രോൺ ആയി. സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളാണോ ഇടാ? സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളാണോ അവര്? സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളാണോ? അതെ, രണ്ടുപേരുടെ കയ്യിലും 10 ഉള്ളൂ. സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ ആണ്. അപ്പൊ അതുമാണ് Ca2 പ്ലസ് Al3 പ്ലസ്. Ca2 പ്ലസ് Al3 പ്ലസ്. Ca കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. Ca2 പ്ലസ് എടുക്കണം. Ca2 പ്ലസ് എടുക്കണം. കാൽഷ്യത്തിന്റെ കയ്യിൽ 20 ഇലക്ട്രോൺ ഉണ്ട്. Ca2 പ്ലസ് എന്ന് പറയുമ്പോഴോ? Ca2 പ്ലസ് എന്ന് പറയുമ്പം 2 പ്ലസ് 2 ഇലക്ട്രോണിനെ കളഞ്ഞു അല്ലേ? 2 പ്ലസ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണിനെ കളഞ്ഞു എന്നാണ് അർത്ഥം. അപ്പൊ 2 ഇലക്ട്രോണിനെ കളഞ്ഞു കഴിയുമ്പോൾ 18 ഇലക്ട്രോൺ ആണ് കയ്യിലുണ്ടാവുക. 18 ഇലക്ട്രോൺ. അലുമിനിയം 3 പ്ലസ്. അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര? 13 ആണ് അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ. അലുമിനിയം 3 പ്ലസ് എന്ന് പറയുമ്പോൾ അർത്ഥം 3 ഇലക്ട്രോണിനെ അത് കളഞ്ഞു എന്നാണ് അർത്ഥം. 3 ഇലക്ട്രോണിനെ അത് കളഞ്ഞു എന്നാണ് അർത്ഥം. അപ്പം 3 ഇലക്ട്രോണിനെ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 13-ൽ 3 ഇലക്ട്രോണിനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കി 10 ഇലക്ട്രോൺ ആണ് കയ്യിലുള്ളത്. 10 ഇലക്ട്രോൺ ആണ് ബാക്കി കയ്യിലുള്ളത് അല്ലേ? 10 ഇലക്ട്രോൺ ആണ് ബാക്കി കയ്യിലുള്ളത്. അപ്പൊ അത് സമ ഇലക്ട്രോണിക സ്പീഷീസ് ആണോ? സമ ഇലക്ട്രോണിക സ്പീഷീസ് ആണോ? അല്ല, സമ ഇലക്ട്രോണിക സ്പീഷീസ് അല്ല. തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളായത് ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ 2ഉം 3ഉം ആണ്. 2ഉം 3ഉം ഓപ്ഷൻ ബി ആണ്. മനസ്സിലായല്ലോ? അപ്പൊ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇനി ചെയ്യാൻ അറിയത്തില്ലേ? സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യാൻ അറിയാലോ? അറിയാം. ഓക്കെ, നമുക്ക് ഐസോടോപ്പും ഐസോബാറും ഐസോടോണും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഐസോടോപ്പ് എന്ന് പറയുമ്പം എന്താണ്? ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ്. ഐസോബാർ എന്ന് പറയുമ്പം ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പരും ഉള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഐസോട്ടോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ എണ്ണം ന്യൂട്രോണുകളുള്ള മൂലകങ്ങളെയാണ് നമ്മൾ അല്ലെങ്കിൽ ആറ്റങ്ങളെയാണ് നമ്മൾ ഐസോട്ടോണുകൾ എന്ന് പറയുന്നത്. അതേപോലെ അതിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന മറ്റൊരാളാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ലെങ്കിൽ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ. ഓക്കെ, ശരി. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിതുപോലെ അടുത്ത ഒരു ക്വസ്റ്റ്യനും അതിന്റെ ഡിസ്കഷനും ഒക്കെ ആയിട്ട് അടുത്തൊരു ഭാഗത്തിൽ കാണാം. താങ്ക് യു.